അദ്ദേഹവും അത് പറയണം. ഇവിടെ വന്നിട്ട് അടുത്ത ന്യായങ്ങളാണല്ലോ പറഞ്ഞത്, അത് പറയേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഈ വസ്തുത പുറത്തു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1 ലക്ഷം കോടിയിലധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 1.25 ലക്ഷം കോടിയോളം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെൻറ്റും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ എത്ര എക്സാജറേറ്റ് ചെയ്ത് കൂട്ടിയിട്ടും 48,000 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, എല്ലാം കൂടി ചേർന്ന് ധനകാര്യമന്ത്രി എന്തായാലും ഞങ്ങളുള്ള മുഴുവൻ പണവും ഞങ്ങളുടെ മുന്നേ വന്ന എല്ലാ ബില്ലും ക്ലിയർ ചെയ്തു. പക്ഷേ അതിനുശേഷം ഏപ്രിലും മെയിലും വരുമല്ലോ. ഏപ്രിലും മെയിലും കൂടെ വന്നിട്ടുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ 100, 300, 200 കോടിയൊക്കെ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 48,000 കോടിയുള്ളൂ. അപ്പോൾ 2 കാര്യങ്ങൾ ധവളപത്രം വഴി മനസ്സിലായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അതിവിശ്വസനീയമായി കേരളത്തിൽ 6 ലക്ഷം കോടിയിലധികം കടമാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം 1 ലക്ഷത്തിലധികം കോടി കൊടുക്കാനുണ്ടെന്നും 1.25 ലക്ഷം കോടി കൊടുക്കാനുള്ള ഇതെല്ലാം കൂടി ചേർന്ന് പറഞ്ഞത് ശുദ്ധ തെറ്റായ കാര്യമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞ ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇപ്പോൾ രേഖയിലുണ്ട്. ഇറക്കിയ ഈ ധവളപത്രത്തിൻ്റെ പുസ്തകത്തിലുണ്ട്.